ബൈക്കിന് സർവീസ് നൽകാത്ത കമ്പനി ഡീലർഷിപ്പിനെതിരെ കാസർഗോഡ് ഉപഭോക്തൃ കോടതി. ഉദുമ സ്വദേശി ഗിരീശൻ നൽകിയ പരാതിയിൽ ഹീറോ മോട്ടോഴ്സിന്റെ കാസർഗോഡ് ഡീലർഷിപ്പ് ബൈക്കിന്റെ വിലയും നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകണമെന്ന് കോടതിയുടെ ഉത്തരവ്. ഗിരീശൻ വാങ്ങിയ ബൈക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കേടായി. പലതവണ ആവശ്യപ്പെട്ടിട്ടും തകരാർ പരിഹരിക്കാതിരുന്നതോടെയാണ് കോടതിയെ സമീപിച്ചത്. പ്രതീക്ഷയുടെ ഒരു വണ്ടി വാങ്ങിച്ച് അത് ഓടിക്കാൻ പറ്റാത്തതിൽ വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. അല്ലാതെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് നേരിട്ടു. അത് അവരെ ഷോറൂമിലെ മാനേജറെ അറിയിച്ചു. അവരറിയിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് നല്ലൊരു പ്രതികരണം കിട്ടില്ല. ഞാൻ കൺസ്യൂമർ കോടതിയിലോട്ട് കേസുമായിട്ട് പോകുന്ന പറഞ്ഞാൽ നിങ്ങൾ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഇത് വെച്ച് ഞാൻ പോയി. പിന്നെ കോടതിയിൽ നിരന്തരം ഒരു 10-18 കേസോളം നടന്നു. വക്കീലൊന്നും വെച്ചില്ല, ഒറ്റയ്ക്ക് തന്നെ ഞാൻ കാര്യം ഹാൻഡിൽ ചെയ്തു. സത്യസന്ധമായിട്ടുള്ള കാര്യം എൻ്റെ അനുഭവങ്ങളാണ് ഞാനവിടെ പങ്കുവച്ചത്. ഞാനതിനകത്തൊന്നും അത് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ ഒരു വിധി ഉണ്ടാവാൻ വളരെ സന്തോഷമുണ്ട്. വിധിയിൽ അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അരുൺ പൂപ്പറമ്പ. ഒരു ബൈക്ക് വാങ്ങി അതൊന്ന് ആശിച്ച് വാങ്ങിച്ച ബൈക്ക് ഒന്ന് ഓടിക്കാൻ പോലും പറ്റുന്നതിന് മുൻപ് അത് കേടാകുന്നു. എന്നിട്ട് ഡീലർഷിപ്പ് അന്ന് കൊടുത്ത മറുപടി എന്താണ്? കോടതി കയറേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇപ്പോൾ തീരുമാനം എങ്ങനെയായി? സുജയ, ഒരുപക്ഷെ സമൂഹത്തിലെ നിരവധി പേർ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഈ പുതിയ വാഹനം വാങ്ങി ദിവസങ്ങൾക്കകം തന്നെ അത് തകരാറിലാവുന്നു. അതിന് കൃത്യമായി സർവീസ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുമല്ല, അതിനെ എങ്ങനെ നേരിടുമെന്ന ഒരു സംശയമൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകാം. എന്തായാലും അതിൽ നിയമപരമായി നേരിട്ടാൽ നീതി ലഭിക്കുമെന്ന ഒരു സന്ദേശമാണ് ഉദുമ സ്വദേശിയായിട്ടുള്ള ഗിരീഷന്റെ നിയമപോരാട്ടത്തിലൂടെ നൽകുന്നത്. 2023 ഡിസംബർ 20-നാണ് ഗിരീഷൻ ഇത്തരത്തിൽ ഹീറോ മോട്ടോഴ്സിന്റെ കാസർഗോഡ് ഡീലർഷിപ്പ് ഷോറൂമിൽ നിന്നും ഈ ബൈക്ക് വാങ്ങുന്നത്. ആ ബൈക്ക് വാങ്ങി ഒരാഴ്ചക്കകം തന്നെ അത് കേടാകുന്നു, തകരാറിലാവുന്നു. പല ഘട്ടങ്ങളിലും നടു റോട്ടിൽ ഇത് ഓഫായി പോകുന്ന സാഹചര്യം, ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ആ ഷോറൂമിനെ ബന്ധപ്പെട്ടത്. ഷോറൂം മാനേജറെ തന്നെ പലതവണ ഇത് കൃത്യമായി സർവീസ് ചെയ്ത് തരണം എന്ന് ബന്ധപ്പെട്ടു. പലതവണ പല കാരണങ്ങൾ പറഞ്ഞ് അതിന് ചെറിയ പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഗിരീഷിനെ തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ തകരാർ കൃത്യമായി പരിഹരിച്ചില്ല. അങ്ങനെയാണ് ഗിരീഷൻ ഈ ബൈക്ക് മാറ്റി തരണം, എനിക്കിത് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ആ ഷോറൂം തയ്യാറായില്ല, മാനേജർ തയ്യാറായില്ല. വേണമെങ്കിൽ പോയി കേസ് കൊടുത്തോളൂ എന്ന ഒരു അത്തരത്തിൽ പറഞ്ഞതോടെയാണ് ഗിരീഷൻ അതിൽ കൺസ്യൂമർ കോർട്ടിലേക്ക് ഒരു നിയമപോരാട്ടം ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ കാസർഗോഡ് കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകുന്നു. ആ പരാതി 2 വർഷം ഗിരീഷൻ തന്നെ കാര്യങ്ങൾ വാദിച്ചു. അതിനൊടുവിൽ നീതി ലഭിക്കുകയും ചെയ്തു. ഈ ബൈക്കിന്റെ വിലയായിട്ടുള്ള തുക പൂർണ്ണമായും അങ്ങനെയാണ് ഉദുമ സ്വദേശി ഗിരീഷന് കോടതി കയറി നീതി കിട്ടിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉപഭോക്തൃ കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മൾ ആശിച്ച് നമ്മുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഒരു സാധനം വാങ്ങിയിട്ട് അതിന് കേടുപാടുണ്ടാകുമ്പോഴേക്കും പിന്നെ നോക്കാം, പിന്നെ വാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോടതിയിലേക്ക് തന്നെ പോകണം. അതിനൊക്കെ പരിഹാരമുണ്ട് എന്നുകൂടി ബോധ്യപ്പെട്ടല്ലോ ഈ വാർത്ത കണ്ടപ്പോൾ.